ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ഷബൂസ് കിച്ചൺ മാറ്റിക്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ വെച്ച് ഒരു കറിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് നമുക്ക് ആവശ്യമുള്ളൂ. തീരെ കത്തിക്കുകയോ വേണ്ട, ഗ്യാസ് കത്തിക്കുകയോ വേണ്ട. കടുവറക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ ഇവിടെ ഗ്യാസ് കത്തിക്കുന്നുള്ളൂ. ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ എന്താണെന്ന് നോക്കാം. ആദ്യമായി തന്നെ ഞാനൊരു വലിയ 3 മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ ചിരകിയത്, ഒരു 6 ഉണക്കമുളക്, വറ്റൽമുളക് ഗ്യാസിലൊന്ന് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒരു ഇടത്തരം ഉള്ളി നീളത്തിൽ അരിഞ്ഞത്, കടുക് വറക്കാനുള്ള മുളകും കടുകും, ആവശ്യത്തിന് ഉപ്പും. ഇത്രയുമാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ചേരുവകൾ. എടുത്തു വെച്ച മാങ്ങ ചെറുതായി ഇതുപോലെ മുറിച്ച് വയ്ക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് യോജിപ്പിക്കുക. യോജിപ്പിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ എടുത്തു വെച്ചിരിക്കുന്ന മുളകും ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും ചേർത്ത് നന്നായി അരക്കുക. നമ്മൾ എടുത്തിരിക്കുന്ന മാങ്ങയ്ക്ക് നല്ല മധുരമാണ്, അതുകൊണ്ട് അതിലേക്ക് അല്പം പുളിയുടെ ആവശ്യം കൂടിയുണ്ട്. അതിനാൽ ഒരു പച്ചമാങ്ങ ഒരു കഷണം ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് അരക്കണം. ഇത് നന്നായി അരഞ്ഞു കഴിയുമ്പോൾ മിക്സി ഓഫ് ചെയ്തിട്ട് അല്പം കടുകും കൂടെ ചേർത്ത് ഇത് അരക്കണം. തേങ്ങ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കുക. കടുക് ചേർത്തതിന് ശേഷം ഒത്തിരി അരഞ്ഞു പോകരുത്, ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി കൈകൊണ്ട് ഞരണ്ടുക. ഈ ഞരടി വെച്ച ഉള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കുക. ഇതിലേക്ക് അല്പം വെള്ളം ഇതിലേക്ക് ചേർത്ത് അല്പം വെള്ളം മതി ഇങ്ങനെ ചേർക്കുക. ഇത് കണ്ണൂർക്കാരുടെ ഒരു ഇഷ്ടപ്പെട്ട വിഭവമാണ്. ഒരു പാത്രത്തിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 2 വറ്റൽമുളകും 1/2 ടീസ്പൂൺ കടുകും 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് മൂത്ത് വരുമ്പോൾ കടുക് പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടിത്തീരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച കടുക് പൊട്ടിത്തീർന്നിരിക്കുന്നു. റെഡിയാക്കി വെച്ച മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങാപ്പരക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഡിഷ് എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ പരീക്ഷിച്ച് നോക്കുകയും ചെയ്യേണ്ടതാണ്. നന്ദി, നമസ്കാരം.